അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബാബുൻ ഫിൽ വസിയ്യ. വസിയ്യത്ത്, മരണാനന്തരം ഒരാൾ ദാനം ചെയ്യുന്നതിനാണല്ലോ വസിയ്യത്ത് എന്ന് പറയാം. വസിയ്യത്ത് ചെയ്തിട്ടാണ് മനുഷ്യൻ മരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫറായിലും അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചും പറയും. അപ്പോൾ വസിയ്യത്ത് സ്വീകരിക്കണം, വസിയ്യത്ത് തിരിച്ചെടുക്കാം, വസിയ്യത്ത് അവൻ്റെ സമ്പത്തിൽ നിന്ന് അവൻ പറഞ്ഞതൊക്കെ വസിയ്യത്തായിട്ട് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച. കുറേ കാര്യങ്ങൾ. ഭാഷയിലെ ലീസ്വാലു ചേർക്കുക എന്നാണ്. ഈ പദം ഉണ്ടായത് മിൻ വസഷൈ അബിക്കഥ എന്നതിൽ നിന്നാണ്. വസഷൈ അബിക്കഥ എന്ന് എപ്പോഴാണ് പറയുക? വസലഹു ബിഹി, ഒന്നിനെ മറ്റൊന്നിനോട് ചേർക്കുമ്പോഴാണ്. വസ എന്ന് പറയുന്നത് വസല എന്നർത്ഥത്തിനാണ്. വസല എന്നാണ് ചേർത്തു എന്നല്ലേ. എവിടെയാണ് ചേർക്കലിരി അന്നൽ മൂസിയ, കാരണം വസിയ്യത്ത് ചെയ്ത വ്യക്തി വസല ഖൈറ ദുന്യാഹു, ദുന്യാവിൽ അവന് ലഭിച്ച നിഅമത്തിനെ അവൻ ചേർത്തു, ഖൈരി ഉഖ്ബാഹു, ആഖിറത്തിൽ അവന് ലഭിക്കുന്ന പ്രതിഫലത്തോട് ഖൈറിനോട് ചേർത്തു. അതാണ് വസിയ്യത്ത്. വശറഅൻ, ഇത് ഭാഷാർത്ഥത്തിലാണ്. ഫിഖ്ഹിൽ തബറുൻ ബിഹഖിൻ, ഒരു ഹക്ക് സംഭാവന ചെയ്യാം, തൻ്റെ ഒരു മിൽക്കിലുള്ള സാധനം സംഭാവന ചെയ്യുക. മുലാഫൻ ലിമാ ബഅദൽ മൗത്ത്, മരണശേഷത്തിലേക്ക് ചേർത്തുകൊണ്ട്, മരണത്തിന് പിറകിലേക്ക് ചേർത്തുകൊണ്ട്, പിറകിലേക്ക് ചേർത്തുകൊണ്ട് സംഭാവന. ഇപ്പോൾ സംഭാവന ചെയ്യുന്നില്ല, സംഭാവന എപ്പോഴാണ് ഉണ്ടാവുക? മരിച്ചു കഴിഞ്ഞിട്ട്. വഹിയ സുന്നത്ത് മുഅക്കദത്തുൻ ഇജ്മാഅൻ, ഇത് മുഅക്കദായ സുന്നത്താണ്, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഇതാണോ സദഖയാണോ ഉത്തമം? സദഖയാകുമ്പോൾ ഇപ്പോൾ തന്നെ സംഭാവന ചെയ്യുകയാണല്ലോ, വസിയ്യത്താകുമ്പോൾ മരണശേഷമാണല്ലോ. ആരോഗ്യ സമയത്തുള്ള സദഖയാണ് ഉത്തമം, അത് കഴിഞ്ഞിട്ടാണ് വസിയ്യത്ത്. രോഗസമയത്തുള്ള സദഖല്ല, രോഗത്തിൽ പലതും സംഭാവന ചെയ്യും രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി. വൈങ്കാനത്ത്, ഇത് മുഅക്കദായ സുന്നത്താണ്. വൈങ്കാനത്ത് സദഖത്തു, സദഖയാണെങ്കിലും സിഹത്തിന്, ആരോഗ്യ സമയത്ത്, ഫമറദിൻ, അത് കഴിഞ്ഞിട്ട് രോഗസമയത്ത്, അഫ്ളല, ഏറ്റവും ഉത്തമമാണെങ്കിലും. അപ്പോൾ മരണശേഷം എന്ന് പറഞ്ഞു വെക്കാതെ ഇപ്പോൾ ചെയ്യുന്ന സദഖയാണ് ഉത്തമം. അത് രോഗാവസ്ഥയിലാണെങ്കിലും ആരോഗ്യാവസ്ഥയിലാണെങ്കിലും. ആരോഗ്യാവസ്ഥയിൽ ഏറ്റവും ഉത്തമമാണ് ഫമറദിൻ, അത് കഴിഞ്ഞിട്ട് രോഗാവസ്ഥയിലും സദഖയാണ് ഉത്തമം. അപ്പോൾ സദഖ കഴിഞ്ഞിട്ടാണ് വസിയ്യത്തിൻ്റെ സ്ഥാനം. ഏതായാലും ഫയംബഗി അല്ലാ യുഗ്ഫല അൻഹാ സഅതൻ, വസിയ്യത്തിൻ്റെ കാര്യം അവഗണിക്കാതിരിക്കൽ അത്യാവശ്യമാണ്. വസിയ്യത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ പാലിക്കാതിരിക്കൽ അത്യാവശ്യമാണ്. കമാ സറഹ ബിൽ ഖബർ സഹീഹ്, ഹദീസിൽ വന്നിട്ടുണ്ട്, സഹിഹ ഹദീസിൽ. എന്താണ് ഹദീസ്? മാ ഹഖ്ഖു മ്രിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസിഫി, വസിയ്യത്ത് ചെയ്യാനുള്ള എന്തെങ്കിലുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കടമയല്ല ആ വസിയ്യത്ത് ചെയ്യാനുള്ള വസ്തു. മാ ഹഖ്ഖു മ്രിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കടമ അല്ല. എങ്ങനെയുള്ള മുസ്ലിം? ലഹു ഷൈഉൻ യൂസിഫി, വസിയ്യത്ത് ചെയ്യാൻ അവൻ്റെ അടുത്ത് വല്ലതുണ്ട്, അങ്ങനെയുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഹക്ക്. യബീത്തു ലൈലത്തൻ ഔ ലൈലത്തേനി, അങ്ങനെ ആ വസ്തു എന്തുണ്ട്? അവൻ്റെ അടുക്കൽ 1 or 2 രാത്രിയോ അവൻ്റെ ഉടമസ്ഥതയിൽ നിലകൊള്ളുന്നു. ബാത്താറിന് രാപ്പാർത്തു എന്നാണ്. അപ്പോൾ വസിയ്യത്ത് ചെയ്യാനുള്ള വല്ല വസ്തു ഒരാളുടെ കയ്യിലുണ്ട്, എന്നിട്ട് യബീത്തു ലൈലത്തൻ ഔ ലൈലത്തേനി, യബീത്തു ലൈലത്തൻ ഔ ലൈലത്തേനി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഹക്ക്, അവൻ്റെ ബാധ്യത എന്താണ്? യബീത്തു ലൈലത്തൻ ഔ ലൈലത്തേനി. അപ്പോൾ അത് അവൻ്റെ അടുക്കൽ ഉണ്ടാവുക എന്നത് ശരിയല്ല. അങ്ങനത്തെ ഒരു വസ്തു ഒരാളെ കയ്യിലുണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ തീരുമാനവും അഭിപ്രായവും, യബീത്തു ലൈലത്തൻ ഔ ലൈലത്തേനി ഇല്ലാ വസിയ്യത്തു മക്തൂബത്തുൻ ഇൻദ റഅസിഹി, അവൻ്റെ വസിയ്യത്ത് അവൻ്റെ തലക്കമ്പുറത്ത്
എഴുതപ്പെട്ടിട്ടല്ലാതെ ആ സ്വത്ത് അവൻ്റെ അടുക്കൽ താമസിക്കുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യന് യോജിച്ചതല്ല എന്ന്. കാരണം എപ്പോഴാണ് മരണം വരിക എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വസിയത്ത് എഴുതാതെ 1-2 ദിവസം ചെയ്യാൻ പാടില്ല. ഒരു സ്വത്തുണ്ടായിരുന്നെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിലെങ്കിലും അതിനെക്കുറിച്ച് വസിയത്ത് പറഞ്ഞു വെക്കണം. 2-1 രാത്രി എന്നുള്ള കുറഞ്ഞ സമയം എന്നർത്ഥം. ഒരു സാധനം ഒരാൾ ഉടമയാക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉടമസ്ഥതയിൽ, ഒരാൾ ഉടമയാക്കിയാലെന്നല്ല, ഒരാളുടെ ഉടമസ്ഥതയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വസിയത്ത് ചെയ്യാതെ എന്ത് ചെയ്യരുത്, അയാൾ ആ സമ്പത്തിൻ്റെ മേൽ 1-2 ദിവസം കഴിഞ്ഞു പോകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിനെ മാനിച്ചിട്ട് വസിയത്ത് ചെയ്താളോ, ഞാൻ മരണപ്പെട്ടാൽ ഇന്ന ആൾക്ക്, ഇന്ന പാവപ്പെട്ടവന്, ഉസ്താദിന്, എന്തായാലും പറയാം, എത്തിയും കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ പള്ളി മദ്രസക്കൊക്കെ ചെയ്യുമ്പോൾ കരുതണം. നമ്മൾ പൊതുവായിട്ടുള്ള മേഖലയ്ക്ക് വസിയത്ത് ചെയ്യുമ്പോൾ നല്ലോണം കരുതേണ്ട ഒരു കാലമാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശറയിൽ പറഞ്ഞ മാതിരി കൈകാര്യം ചെയ്യാഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. പള്ളിക്കൊക്കെ കൊടുക്കണ മാതിരി പള്ളിയോട് പൊളിക്കുക, പെട്ടെന്ന് ദുരുപയോഗം ചെയ്യപ്പെടുക, അഴിമതി. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ഭൂമിയിൽ നിന്ന് 5 സെൻറ്റ് സ്ഥലം ഒരു പാവപ്പെട്ട ആൾക്ക് വീട് വെക്കാൻ വേണ്ടി വഖഫ് ചെയ്യണമെന്ന്, അത് പറ്റും. നമുക്കങ്ങനെ വഖഫ് ചെയ്ത് പോകാം. ആ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെക്കാൻ വേണ്ടി വഖഫ് ചെയ്ത് പോയാൽ കാലാകാലം വീട് അവിടെ ഉണ്ടാവില്ല. വീട് പൊളിഞ്ഞാൽ ഭൂമി ആ വഖഫിൻ്റെ തീ തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുക. അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഭൂമിൻ്റെ വരുമാനം കണ്ടിട്ട് ഇപ്പം ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ നല്ലോണം നോക്കിയ ഭൂമിയും പിന്നീട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, വേണ്ടപോലെ കൈകാര്യം ചെയ്യാതെ അത് ഉപയോഗശൂന്യമായിട്ട് വരുമാനമില്ലാത്തതായിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ എല്ലാ ഭൂമിയും അങ്ങനെ തന്നെയാണ്. പള്ളിക്കും മദ്രസക്കും ചെയ്ത പല ഭൂമികളും പലയിടത്തും ആരും കൃഷി ചെയ്ത് അതിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മയ്യീദിന് ഉപകാരം ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഏതാണോ ഏറ്റവും തൻ്റെ മരണശേഷം ഉപകാരപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് നല്ല ബുദ്ധിപരമായിട്ട് വസിയത്ത് ചെയ്യാം. ഭയങ്കരമായിട്ട് ചെയ്യാമെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് പ്രകാരം ചെറിയൊരു സംഖ്യ ചെയ്താലും നമ്മളെന്ത് ചെയ്തു, വസിയത്ത് ചെയ്തല്ലോ. അതൊരു മരണത്തിന് ഓർക്കലും കൂടിയാണ് വസിയത്ത്. ഐ മൽ ഹസ്മു അവിൽ മഅറൂഫ് ഷറഅൻ, ഷറയിൽ അറിയപ്പെട്ടതല്ല, അല്ലെങ്കിൽ അൽ ഹസ്മു ഒരാളുടെ തീരുമാനമല്ല, ഇല്ലാതാലിക്ക് 1-2 ദിവസം കഴിയുമ്പോൾ അതിൽ വസിയത്ത് ചെയ്യാതിരിക്കുക എന്നത്. ലന്നൽ ഇൻസാനലായതിരി, കാരണം ഒരു മനുഷ്യൻ അറിയില്ലല്ലോ മത്താ യഫ്ജഉഹുൽ മൗത്ത്, മരണം എപ്പോഴാണ് അവനെ പെട്ടെന്ന് പിടികൂടുക എന്ന്. ഫജ എന്ന് പറഞ്ഞാൽ ഫജ്അത്ത്, പെട്ടെന്നുള്ള മരണം. ഒത്തുക്കുറവ് സിയാദത്ത് അല സുൽസി, അങ്ങനെ വസിയത്ത് ചെയ്യുകയാണെങ്കിൽ 3-1 കൂടുതൽ കറാഹത്താണ്. മൊത്തം സ്വത്തിൻ്റെ 3-1 കൂടാൻ പാടില്ല. ഇല്ല മെഖ്സിദ് ഹെർമാന വറസത്തിഹി, അനന്തരാവകാശികളെ തടയുക എന്ന ഉദ്ദേശമില്ലെങ്കിലാണ് കറാഹത്ത്. അനന്തരാവകാശികളെ തടയുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാകുമ്പോഴോ വൈല്ല ഹറുമത്ത് ഹറാമാണ്. അനന്തരാവകാശികളെ തടയുക എന്ന ഉദ്ദേശമൊന്നും ഇല്ലാതെ 3-1 വസിയത്ത് ചെയ്തതിൽ കറാഹത്തും, അവർക്ക് കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഹറാമുമാണ്. തസീഹു വസിയത്ത് മുക്കല്ലഫിൻ ഹുറിൻ മുഖ്താരിൻ ഇന്ദൽ വസിയത്ത് ചെയ്യുന്ന സമയത്ത് മുക്കല്ലഫും ഹുറും മുഖ്താറുമായ വ്യക്തിയുടെ വസിയത്ത് സഹിയാണ്. മുഖ്താർ എന്നാണ് നിർബന്ധിക്കപ്പെട്ടവനല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചവനാണ്. ഫലാ തസീഹു മിൻ സബീൻ, കുട്ടിയുടേത് സഹിയല്ല. മജ്നൂന്, ഭ്രാന്തനോ റഖീഖിന്, അടിമയുടെയും. ഓരോ മുഖാത്തവൻ, സ്വതന്ത്ര കരാർ എഴുതപ്പെട്ട അടിമയാണെങ്കിലും. ലം യദല്ലഹു സയ്യിദു, യജമാനൻ സമ്മതം നൽകിയിട്ടില്ലാത്ത, യജമാനൻ്റെ സമ്മതം ലഭിച്ചിട്ടില്ലാത്ത അടിമയുടെ വസിയത്തും സഹിയല്ല. വലാമിൻ മുക്രഹീൻ, നിർബന്ധിക്കപ്പെട്ടവൻ്റെയും. സക്രാനു, ലഹരിയിലുള്ളവൻ കൽ മുക്കല്ലഫിനെ പോലെ തന്നെയാണ്, ബുദ്ധിയുള്ള ആൾ മാതിരി തന്നെയാണ്. അതായത് ലഹരിയിലുള്ള ആൾ വസിയത്ത് ചെയ്താലും സഹിയാകും. വഫീഖൻ, ഒരഭിപ്രായത്തിൽ സിഹു മിൻ സബിയ്യിൻ മുമയ്യിസിൻ, വകതിരിവായ കുട്ടിയിൽ നിന്ന് സഹിയാകും എന്നുണ്ട്. വസിയത്ത് ഏത് മാർഗത്തിലായിരിക്കണം? ജിഹത്തിൻ ഹില്ലിൻ, അനുവദനീയ മാർഗത്തിലായിരിക്കണം. കൈമാറത്തി മസ്ജിദിൻ മസാലിഹി, പള്ളി നിർമ്മാണം, അതിൻ്റെ നന്മകൾ ഒക്കെ. അപ്പോൾ പള്ളിക്ക് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഉപയോഗിക്കാം? പള്ളീൻ്റെ നിർമ്മാണവും പള്ളീൻ്റെ നന്മ എന്ന് പറയുമ്പം അതിൻ്റെ ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ അതിൻ്റെ നന്മയാണ്. അത് പള്ളീൻ്റെ നിർമ്മാണമല്ല. അപ്പം പള്ളിക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിനും ഉപയോഗിക്കാം. തുഹ്മൽ അലൈഹിമ, ഈ 2 കാര്യങ്ങളെയും
മനസ്സിലാക്കപ്പെടാവുന്നതാണ് ഇന്ദൽ ഇത്ലാഖി, നിരുപാധികം പറയുമ്പോൾ. എങ്ങനെ നിരുപാധികം പറയൽ? ബിയങ്കാല ഔസൈത്തു ബിഹിൻ, ഞാൻ അത് പള്ളിക്ക് വസിയത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ടിനുമാവാം. ഇമാറത്തുൽ മസ്ജിദിനുമാവാം, മസാലിഹുൽ മസ്ജിദിനുമാകാം. മസാലിഹുൽ മസ്ജിദും ഇമാറത്തുൽ മസ്ജിദും ഒക്കെ വഖഫിൻ്റെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലു ഖൈറ ദറൂരിയത്തിൻ, അത് നിർബന്ധമായ ആവശ്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും പറ്റും. വലു ഖൈറ ദറൂരിയത്തിൻ, ഈ മസാലിഹ് എന്ന് പറയുമ്പം അത്ര നിർബന്ധമുള്ള മസാലിഹൊന്നുമല്ല. ലൈറ്റ് എത്തിക്കലും ഫാനിടലും ഒക്കെ മസാലിഹ് തന്നെയല്ലേ. അത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ പോലും അതിനൊക്കെ സ്വഹിയാകും. അമലും ബിൽ ഉർഫി, പതിവ് അനുസരിച്ച് പ്രവർത്തിച്ചതിന് വേണ്ടി. പതിവ് അമലും ബിൽ ഉർഫ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിനൊക്കെ സഹിയാകും പറയാൻ കാരണം ഇതിനൊക്കെയാണ് മസാലിഹിന് ഇമാറത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം അത് നാട്ടിലെ നടപ്പ് പരിഗണിച്ചിട്ടാണ്. നാട്ടിലങ്ങനെയാണ്. വയസ്രിഫു നാദിറു, പക്ഷേ ഈ വസീയത്തിൻ്റെ മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ പള്ളിൻ്റെ മേൽനോട്ടക്കാരൻ അതിനെ വിനിയോഗിക്കണം ലിൽ അഹമ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, വൽ അസ്ലഹി, ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾക്ക്, ബിജിത്തിഹാദിഹി, അവൻ്റെ ഗവേഷണം പ്രകാരം. പിന്നെ കാബക്കും പരിശുദ്ധമായ റൗദ ഷരീഫിന് വഖഫ് ചെയ്യാൻ പറ്റുമോ? വഹിയൽ കാബത്തി ഒരു ലരീഹിൻ നബവി, കാബക്ക് വേണ്ടിയും പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലരീഹ് എന്ന് പറഞ്ഞാൽ റൗദ ഷരീഫ്, ഖബറിടം. ലരീഹ് എന്ന് പറഞ്ഞാൽ ഖബർ എന്നാണ്. അതിനു വേണ്ടിയുള്ള വസിയത്ത് തുസ്റഫുൽ മസാലിഹിമ, അതിൻ്റെ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടണം. അൽ ഖാസത്തി ബിഹിമ, അതിൻ്റേത് മാത്രമായ നന്മകളില്ല. അല്ലാതെ അപ്പുറത്ത് റോഡുണ്ടാക്കാനൊന്നും പറ്റില്ല. തെർമീമിമ വഹാമിനൽ കാബത്തി, കാബയിൽ നിന്ന് ദുർബലമായത് എന്ത് ചെയ്യുക? പുനരുദ്ധരിക്കുക. അത് പറ്റും. പൊളിഞ്ഞിടാനായത് വഹ എന്ന് പറഞ്ഞാൽ ദുർബലമായത്, ഉറപ്പ് നഷ്ടപ്പെട്ടതിനെ തെർമീമ്, രണ്ടാമത് എന്ത് ചെയ്യുക? സിമെൻറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് ഉറപ്പ് വരുത്തുക. ഇതുപോലെ ബഖിയത്തിൽ ഹറമി, എന്തിനു പറ്റൂല? ഹറമിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തേക്കൊന്നും പറ്റൂല, കാബൻ്റെ തന്നെ പറ്റുള്ളൂ. അതാണ് ഖാസത്തി ഭീമ, അത് രണ്ടിനും മാത്രമായിട്ടുള്ള ഉപകാരങ്ങളെന്ന് പറഞ്ഞത്. ഹറമ് വേറെയാണ്, കാബ വേറെയാണ്. വഖീല ഫിൽ ഊല, കാബൻ്റെ കാര്യത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ഈ മസാക്കീന മക്കത്ത, മക്കയിലെ മിസ്കിന്മാർക്കും കൊടുക്കാമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഒരഭിപ്രായമാണ്. കാബൻ്റെ നിർമ്മാണത്തിന് മാത്രമല്ല, കാബൻ്റെ മസ്ലഹത്തിന് മാത്രമല്ല, മക്കയിൽ വരുന്ന മിസ്കിന്മാർക്കും കൊടുക്കാമെന്നൊരു അഭിപ്രായമുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്യാം. ഖാല ശൈഖുന യദുറു ആഖദ മിമ്മ ഖാലൂഹു ഫി നദിരിൽ ഖബരിൽ മഅറൂഫി ബി ജുർജാന സിഹാത്തുൽ വസിയ്യതി കൽ വഖഫി ലദരീഹി ശൈഖിൽ ഫുലാനിയി വതുസ്റഉ ഫി മസാലിഹി ഖബരിഹി വൽ ബിനാഇൽ ജായിസി അലൈഹി വമൻ യഖ്ദുമൂനഹു വയഖറഊന അലൈഹി. ഇനി നമ്മൾ മമ്പറത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നേർച്ചയാക്കൂലേ, അതെന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. അത് വഖഫിൻ്റെ മാതിരി തന്നെ ആ ഖബറിൻ്റെ ഗുണകരമായ കാര്യങ്ങൾക്ക് അവിടെ നിന്ന് കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുന്ന നിർമ്മാണങ്ങളുണ്ടല്ലോ. പള്ളിക്കാട്ടിലൊന്നാണെങ്കിൽ നിർമ്മാണം പറ്റില്ല, അനുവദനീയമായ നിർമ്മാണം. അവിടെ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ, അവിടെ ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്കൊക്കെ പറ്റും. അമ്പർത്തങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം തങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം എന്തായിരിക്കണം? ആ ഖബറിന് എന്നാവണം. അമ്പുറത്തെ തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? തങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ലല്ലോ, വസിയത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ മരിച്ചുപോയ ആൾക്കാരല്ലേ, ജീവിച്ചിരിക്കുന്നവരൊക്കെയല്ലേ വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഖബർ എന്നർത്ഥം വെക്കണം. നോക്കൂ, ഖാല ശൈഖുന, ഉസ്താദ് പറഞ്ഞു, യദ്ഹറു, മനസ്സിലാകുന്നു, അഖദു മിമ്മ ഖാലൂഹു ഫി നദിരി ലിൽ ഖബരിൽ മഅറൂഫി ബി ജുർജാൻ, ജുർജാനിലുള്ള ഒരു അറിയപ്പെട്ട ഖബറിന് വേണ്ടി നേർച്ചയാക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് സിഹത്തുൽ വസിയത്ത് ശരിയാകും എന്നാണ്. യദ്ഹറുവിൻ്റെ ഫായിലാണ് സിഹത്തുൽ വസിയത്ത്. ജുർജാൻ എന്ന് പറയുന്ന രാജ്യത്ത് അറിയപ്പെട്ട ഒരു ഖബറുണ്ട്. ആ ഖബറിന് വേണ്ടി നേർച്ചയാക്കുന്നിടത്ത് പണ്ഡിതന്മാരൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അഹദൻ, അതിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നത് വസിയത്ത് സഹിയാണ്. വഖഫ് പോലെ തന്നെ ആർക്ക് വേണ്ടി? തരീഹി ഷെയ്ഖിൽ ഫുലാനി, ഇന്നാലിന്ന ഷെയ്ഖിൻ്റെ ഖബറിന് വേണ്ടി. അപ്പം എന്ത് ചെയ്യണം? തുസ്ലൗഫി മസാലി ഖബരിഹി, ഖബറിൻ്റെ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടണം. വൽ ബിനാഇൽ ജായിസി അലൈഹി, അനുവദനീയമായ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയും. വമൻ യഖ്ദുമൂനഹു ഔ യഖറഊന അലൈഹി, അവിടെ ഖിദ്മത്ത് എടുക്കുന്നവർക്കും അവിടെ ഖുർആൻ ഓതുന്നവർക്കും നമുക്കെന്നെ കൊടുക്കാവുന്നതാണ്. അവിടെ ഏൽപ്പിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ മമ്പറത്തെ തങ്ങളെ വേണ്ടി ഇത്രയും നേർച്ചയാക്കി, അല്ലെങ്കിൽ പാണക്കാടേക്ക് ഇത്രയേറെ നേർച്ചയാക്കി. പാണക്കാടേക്ക് പോയി നേർച്ചയാക്കലില്ല, ഞാൻ പറഞ്ഞു മാത്രം. മമ്പറത്തേക്ക് പുത്തമ്പള്ളിന്നോ അല്ലെങ്കിൽ കണ്ണൂർ മൗലൻ്റെ അടുത്തേക്ക് നിന്നോ ചെറുകുന്നിക്കുന്നോ അങ്ങനെയൊക്കെ, അതല്ലെങ്കിൽ
മാലിക് ദീനാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഖബറാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കിന് എന്ത് ചെയ്യുക, അവിടെ കൊടുത്തു പോരാവുന്നതാണ്. ഞാൻ ആൾക്കാരെ ഏൽപ്പിച്ച് പെട്ടി തന്നെ ഇടണമെന്നൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഖുർആൻ ഓതുന്ന ആൾക്കാർ, ഉസ്താദുമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തു പോരുകയാണ്. ഇപ്പം മിക്ക കാര്യങ്ങളും നേരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. ഒക്കെ ദുർവിനിയോഗങ്ങളും ഒക്കെ മടവൂരും ഒക്കെ അല്ലേ. അപ്പോൾ നേരെ കൊടുത്തു പോകാൻ പറ്റും. കാരണം അവിടെ ഖുർആൻ ഓതുന്ന ഖിദ്മത്തെടുക്കുന്ന ആൾക്കാർ ഒക്കെ. അമ്മാ ഇതാ കാല ലിഷൈഖിൽ ഫുലാനി എന്ന് പറഞ്ഞാലോ, വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വ്യക്തിക്ക് എന്ന് പറഞ്ഞ പോലെ മെൻവി വരിയാഹു വനാഹു ഖബറെന്നോ ഖബർ പോലെയുള്ളതൊന്നും കരുതിയില്ലെങ്കിൽ ഫഹിയ ബാത്തിലത്തുൻ, അത് ബാത്തിലാണ് എന്ന്. കാരണം മരിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വസിയത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഉടമയാക്കാൻ പറ്റണം, ഖബൂല് വേണം, അങ്ങനെ കുറേ ഷർത്ത് പറഞ്ഞില്ലേ. വലോ ഔസാലി മസ്ജിദിൻ യുബസൈബന, പിന്നീട് നിർമ്മിക്കുന്ന പള്ളിക്ക് എന്ന് പറഞ്ഞ ഒരാൾ വസിയത്ത് ചെയ്താൽ ലം തസിഹ സഹിയാവൂല. വൈൻ ബുനിയ ഖബല മോത്തി, മരിച്ചതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് അത് നിർമ്മിക്കപ്പെട്ടാൽ പോലും ഇല്ലാ തബഅൻ, മറ്റൊന്നിനോട് പിന്തുടർന്നുകൊണ്ടല്ലാതെ സഹിയാവൂല. ഉള്ള പള്ളിയാണ്, ആ പള്ളിക്കും പിന്നെ നിർമ്മിക്കുന്ന പള്ളിക്കും എന്ന രീതിയിലേക്കാണെങ്കിൽ പറ്റും. ഇന്ന പള്ളിക്ക് പിന്നീട് ഉണ്ടാകുന്ന പള്ളികൾക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയെ തുടർന്ന് മറ്റു പള്ളികളാണെങ്കിൽ ഓക്കെ. വക്കീല തബുത്തുലു ഫീമാലോ കാല, ഒരഭിപ്രായമുണ്ട്. ഒരാൾ പറഞ്ഞു അറത്തു തംലീക്കഹു, ഉടമയാക്കി കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ബാത്തിലാകും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഉദാഹരണം, ഒക്കെ ഇമാറത്ത് നഹവി ഖുബ്ബത്തിൻ അലാ ഖബരി നഹവി ആലിമിൻ ഫി ഗൈരി മുസബ്ബല. ഒരാലിമ് പോലെയുള്ള ആളെ ഖബറിൻ്റെ മേലിലുള്ള കുബ്ബ പോലത്തിന് വേണ്ടി ഇമാറത്ത് ചെയ്യും പോലെയും അതും പറ്റും. ഫി ഗൈരി മുസബ്ബലത്തിന്, പക്ഷേ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിലാകരുത്. പൊതു മഖബറ ഉണ്ടല്ലോ, അവിടെ ആകരുത്. ഒരാലിമ പോലെയുള്ള ഖബറിൻ്റെ മേലിലുള്ള കുബ്ബ പോലത്തെ ഇമാറത്ത് ചെയ്യാനും ഒക്കെ പറ്റും. പള്ളി ഇമാറത്തിന് പറ്റും, അതിൻ്റെ മസാലിഹിന് പറ്റും. അതുപോലെ തന്നെ ആലിമിൻ്റെ പോലെയുള്ള ആളെ ഖബറിൻ്റെ മേലുള്ള കുബ്ബ പോലത്തെ ഇമാറത്തിനും പറ്റും. ഷാഫി ഇമാമിൻ്റെ ഖബറിൻ്റെ ഒക്കെ മേലെ വലിയ കുബ്ബയുണ്ടല്ലോ. ശരി. വഖാബി സിയാദാത്തുൽ അബ്ബാദി, സിയാദാത്തുൽ അബ്ബാദിയിൽ വന്നിട്ടുണ്ട്. ലോ വസാബി ദുഫനഫി ബൈത്തി, വീട്ടിൽ മറമാടാൻ വേണ്ടി ഒരാൾ വസിയത്ത് ചെയ്താൽ ബത്തലത്തിൽ വസിയത്ത് ബാത്തിലാണ് എന്ന് ഇമാം സിയാദി റഹ്മഹുല്ലയുടെ കുറിപ്പുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അനുവദനീയമായ മാർഗ്ഗമാണെന്ന് പറഞ്ഞപ്പോൾ പുറത്തുപോയി ജിഹത്തുൽ മാസിയത്തി, തെറ്റായ മാർഗം, കൈമാറത്തി കനീസത്തിൻ, ചർച്ച് നിർമ്മിക്കുക, വൈസ്റാജിൻ ഫിഹാദിൽ വിളക്കെത്തിക്കുക, കിതാബത്തിനാവി തൗറാത്തിൻ വെയിലിമിൻ മഹറമിൻ, തൗറാത്ത് പോലത്തത് എഴുതുക, ഹറാമായ ഇൽമ എഴുതുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും വസിയത്ത് ചെയ്താൽ സഹിയാവില്ല. അത് അനുവദനീയമായ മാർഗം അല്ല. ഇനി ഗർഭത്തിലുള്ള കുട്ടിക്ക് വേണ്ടി വസിയത്ത് ചെയ്യാമെന്നാണ് അടുത്ത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.